ഹായ് ഓൾ, ഈ വീഡിയോയിൽ നമ്മൾ റേഡിയോ ആക്റ്റീവ് ഡീകെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4th സെമസ്റ്റർ കോംപ്ലിമെൻ്ററി ഫിസിക്സ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഹാഫ് ലൈഫായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് ഡീകെ ആയിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് കാണാൻ പറ്റും. അത്തരത്തിലൊരു പ്രോബ്ലമാണ് ഇന്നിവിടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് പോവാം. എ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഹാസ് ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് 30 days. ഓക്കെ, എന്താണ് ഹാഫ് ലൈഫ് പീരീഡ് തന്നിട്ടുണ്ട്, നമുക്ക് എന്താണ് 30 days ആണ്. കാൽക്കുലേറ്റ് ദ ടൈം ടേക്കൺ ഫോർ 3/4 ഓഫ് ഒറിജിനൽ നമ്പർ ഓഫ് ആറ്റംസ് ടു ഡിസിൻറ്റഗ്രേറ്റ്. ഓക്കെ, എന്താ ചോദിച്ചിരിക്കുന്നത്? നമുക്കൊരു മെറ്റീരിയൽ തന്നിട്ടുണ്ട്, ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഹാഫ് ലൈഫ് 30 days ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ചോദിച്ചിട്ടുള്ളത്? അതിൻ്റെ ആ ഒരു സബ്സ്റ്റൻസിൻ്റെ 3/4 ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകാൻ എടുക്കണ ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പം ഞാൻ ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുക, ഒന്ന് മാറ്റി എഴുതാം. തന്നിട്ടുള്ള എന്താണ്, ഹാഫ് ലൈഫ് കിട്ടിയിട്ടുണ്ട്. ഹാഫ് ലൈഫ് എത്രയാണ് തന്നിട്ടുള്ളത്? ടി ഹാഫ് എന്ന് പറയുന്നത് എത്രയാണ്? 30 days തന്നിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇയേഴ്സിലേക്കൊന്നും മാറ്റുന്നില്ല, 30 days തന്നെ എഴുതുകയാണ്. ആൻഡ് വേറൊരു കാര്യം കൂടെ നമുക്ക് തന്നിട്ടുണ്ട്, എന്താണ്? 3/4 എന്ത് ചെയ്യാണ്, ഡിസിൻറ്റഗ്രേറ്റ് പോവാന്ന് പറഞ്ഞു. ഓക്കെ, അവിടെ ബാക്കി എത്ര ഉണ്ടാവുക? ഞാൻ അവിടെ N0 ഒറിജിനൽ സബ്സ്റ്റൻസിൻ്റെ ഒറിജിനൽ വാല്യൂവിന് ഞാൻ എന്ത് ചെയ്യാണ്, N0 എന്ന് എടുക്കുകയാണ്. ഓക്കെ, എന്താണ്? ഇതാണ് സബ്സ്റ്റൻസിൻ്റെ ഇനീഷ്യൽ വാല്യൂ എന്ന് പറയുന്നത്. ഇതാണ് ഇനീഷ്യൽ വാല്യൂ ഓഫ് സബ്സ്റ്റൻസ്. ഓക്കെ, ആൻഡ് 3/4 ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ ബാക്കി എത്ര ഉണ്ടാവുക? 1/4 അല്ലേ ഉണ്ടാവുള്ളൂ, അല്ലേ? അപ്പോൾ അവിടെ ബാക്കിയുള്ള ആൾ, അവിടെ റിമൈനിങ് നമ്മുടെ വാല്യൂ. ഓക്കെ, റിമൈനിങ് സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമ്മുടെ റിമൈനിങ് സബ്സ്റ്റൻസ് എത്രയോടെ ഉണ്ടാവുക? N/4 അല്ലേ? അപ്പം എനിക്ക് എന്ത് ചെയ്യാം, അത് 3/4 എന്ത് ചെയ്യും, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോയി, ബാക്കി എത്ര ഉണ്ടാവുള്ളൂ? N0/4 ഉണ്ടാവുള്ളൂ. അപ്പോൾ റിമൈനിങ് സബ്സ്റ്റൻസ് ഞാൻ എന്ത് ചെയ്യാണ്, N എന്ന് റെപ്രസെൻ്റ് ചെയ്യാണ്. ആൻഡ് ആ N എത്ര ഉണ്ടാവുള്ളൂ? N0/4 അല്ലേ ഉണ്ടാവുക? അതെങ്ങനെയാണ് കിട്ടുന്നത്? N0 മൈനസ് 3/4 ഓഫ് N0. ഓക്കെ, ഇത് സിമ്പിൾ മാത്സ് ആണ്. ഓക്കെ, ഇതാണ് ബാക്കിയുള്ള ആൾ. ഓക്കെ, അപ്പോൾ ശരിക്കേ എനിക്ക് എന്താ ഇതിൽ ചെയ്യാൻ പറ്റുക? എനിക്കിതിൽ എത്ര നമ്പർ ഓഫ് ഹാഫ് ലൈഫ്സ് കഴിഞ്ഞാലാണ് ഇയാൾ ബാക്കി ഉണ്ടാവുമെന്ന് നോക്കാം. ഓക്കെ, ഹാഫ് ലൈഫ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഹാഫ് ലൈഫ്സ്, ഓക്കെ, അത് ഞാൻ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. എന്താണ് എൻ്റെ നമ്പർ ഓഫ് ഹാഫ് ലൈഫ് വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത്. എൻ്റെ നമ്പർ ഓഫ് ഹാഫ് ലൈഫ് അതെനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഞാൻ എഴുതുകയാണ്, അത് ഞാൻ N എന്ന് റെപ്രസെൻ്റ് ചെയ്യാണ്. ഞാൻ സ്മോൾ ടി ബൈ ക്യാപിറ്റൽ ടി ഹാഫ്. ഓക്കെ, ഈ സ്മോൾ ടി എന്താ? അതിന് ഇത്രയും ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് എടുക്കാൻ എടുത്ത ടൈമാണ് കേട്ടോ ഈ ടി എന്ന് പറയണത്. ഓക്കെ, ടി എന്താണ്? ഇറ്റ് ഇസ് ദ ടൈം ടു ഡിസിൻറ്റഗ്രേറ്റ് 3/4 ഓഫ് N0. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടേംസിൽ ഞാൻ എന്ത് എഴുതുകയാണ്, എൻ്റെ ഹാഫ് ലൈഫിന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് എനിക്ക് എങ്ങനെ കാണാം? ടി ഹാഫ് എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? T/30 എന്ന് എഴുതാൻ പറ്റുമല്ലോ? ഇല്ല, ഇങ്ങനെ എഴുതാൻ പറ്റും. എനിക്ക് വേറൊരു ഫോർമുല അറിയാം ഇവിടെ. എന്താണ്? എൻ്റെ N, അത് എനിക്ക് ബാക്കിയുള്ള എൻ്റെ എലമെൻറ്റ് അല്ലെങ്കിൽ ബാക്കിയുള്ള എൻ്റെ സബ്സ്റ്റൻസിന് എനിക്ക് N0/2n എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റുമല്ലോ? ഇത് നമ്മൾ ഓൾറെഡി റേഡിയോ ആക്റ്റീവ് ഡീകെയിലൊക്കെ പഠിക്കുന്ന ഒരു ഫോർമുലയാണ്. N = N0/2n എന്ന് പറയുന്നത്. ഈ N എന്താണ്? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഹാഫ് ലൈഫ് കേട്ടോ. അപ്പോൾ ഈ ഇക്വേഷൻ എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. എന്ത് ചെയ്ത് പഠിച്ചു വെക്കുക കേട്ടോ. N = N0/2n. ഓക്കെ, അതായത് എനിക്ക് ഓൾറെഡി എന്താ അറിയാം, N = എന്തായിരുന്നു? N = ഓൾറെഡി എനിക്ക് N0/4 എന്ന് പറഞ്ഞൊരു ഇക്വേഷനും കൂടി ഞാൻ നേരത്തെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? എൻ്റെ N0/4 = N0/2n എന്ന് എഴുതാൻ പറ്റുമല്ലോ, ഇല്ലേ? ദെൻ എന്താണ്? 4 = 2n അല്ലേ? അപ്പോൾ 4 = 2n ആണെങ്കിൽ n എന്തായിരിക്കും ഇവിടെ? 4 = 2n ആണെങ്കിൽ ഹിയർ 4 = 2n. ദെൻ ഐ ക്യാൻ റൈറ്റ് n ആസ് സിമ്പിൾ ആണ് കേട്ടോ, അതായത് സിമ്പിൾ മാത്സ് ആണ്. 2n എന്താണ്? 4 2 അല്ലേ? അപ്പോൾ n = എനിക്ക് എന്ത് എഴുതാം? 2 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ
ഇവിടെ അത് ഈ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിൽ എത്ര ഹാഫ് ലൈഫാണ് നിലവിലുള്ളത്? 2 ഹാഫ് ലൈഫാണ് നിലവിലുള്ളത്. ഓക്കെ, 2 ഹാഫ് ലൈഫ് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്? ഇയാൾ നമ്മുടെ ഒറിജിനലി ഉണ്ടായിരുന്ന സബ്സ്റ്റൻസ് അതിന് 3/4 ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോയിട്ട് 1/4 മാത്രമായിട്ട് അവിടെ നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? n=2 കിട്ടി. n=2 കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം? എനിക്ക് എൻ്റെ ടി കാണാമല്ലോ. അതായത് എൻ്റെ ടി, ദ ടൈം റിക്വയർഡ് ടു ഡിസിൻറ്റഗ്രേറ്റ് 3/4 ഓഫ് n0. എനിക്ക് എങ്ങനെ ടി എഴുതാൻ പറ്റുക? എൻ്റെ ടി ഈക്വൽ ടു, ഈ ഇക്വേഷൻ നോക്കിയാൽ നിങ്ങൾ, ഈ ഇക്വേഷനിൽ ടി ഈക്വൽ ടു എന്താണ്? n ഇൻറ്റു ടി ഹാഫ് അല്ലേ? n ഇൻറ്റു ടി ഹാഫ്. n നമുക്ക് കിട്ടി, 2 കിട്ടിയിട്ടുണ്ട്. ടി ഹാഫ് എത്ര നമുക്ക് കിട്ടിയത്? ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, 30. 2 ഇൻറ്റു 30. സോ ഇതെന്താ വരിക? 60 ഡേയ്സ് ആണ് വരിക. എന്താണ്? 60 ഡേയ്സ്. അപ്പം നമ്മുടെ തന്നിട്ടുള്ള സബ്സ്റ്റൻസ് അതിൻ്റെ 3/4 ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോയിട്ട് 1/4 മാത്രമായിട്ട് അവിടെ ബാക്കി നിൽക്കാൻ വേണ്ടി എടുക്കുന്ന ടൈം എത്രയാണ്? 60 ഡേയ്സ് ആണ്. ഓക്കെ, അപ്പം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതുക, എന്നിട്ട് അത് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻസ്, എന്തൊക്കെയാണെന്ന് നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? പ്രോബ്ലം ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇതിൽ നമുക്ക് ആകെ വേണ്ടുന്ന ഇക്വേഷൻ എന്താണ്? n=n0/2 ആൻഡ് ഇതും നമ്മുടെ നമ്പർ ഓഫ് ഹാഫ് ലൈഫ്സ് എന്ന് പറയുന്നത് n=t/t½ ആണെന്നുള്ളത്. ഓക്കെ, ഈ 2 ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇക്വേഷൻസ് ആണ്. എന്ത് ചെയ്യുക? അത് പഠിച്ചു വെക്കുക കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.